വിശദമായ വാർത്തകളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. അവിടെയാണ് ഇളവള്ളിയിൽ ശബരിമല വ്രതത്തിലായിരുന്ന വിദ്യാർത്ഥിക്ക് കറുപ്പ് വസ്ത്രത്തിന്റെ പേരിൽ സ്കൂൾ പ്രവേശനം നിഷേധിച്ചതായുള്ള പരാതി ഉയരുന്നത്. ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെ പ്രതിഷേധവുമായി നിലവിൽ ഹിന്ദു ഐക്യവേദി രംഗത്തെത്തിയിട്ടുണ്ട്. നവംബർ 3 മുതൽ കുട്ടിക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതായും പഠനം വിലക്കിയതായുമാണ് ആരോപണമുയരുന്നത്. മുസിനാസു വിവരങ്ങൾ നൽകും. മുസിന, കറുപ്പ് വസ്ത്രമിട്ട് ശബരിമലയ്ക്ക് പോകാൻ ആണ് ആ കുട്ടിയുടെ തീരുമാനം. അതിനിടയിൽ ഈ യൂണിഫോം നിർബന്ധമായിരിക്കണം ആ സ്കൂളിൽ. അതിന്റെ പേരിലാണ് ഇപ്പോൾ പ്രവേശന വിലക്ക് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? സ്കൂളിനെതിരെ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. എന്ത് പറയുന്നു ജിൽസി? നമുക്കറിയാം, ഈ കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ യൂണിഫോം വിവാദത്തിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ ഇളവള്ളിയിൽ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയരുന്നത്. ഏകദേശം ഒരാഴ്ചയിലധികമായി കുട്ടിക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതായാണ് ആരോപണം വരുന്നത്. അതായത് ശബരിമല വ്രതത്തിലായിരുന്ന വിദ്യാർത്ഥിയെ കറുപ്പ് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ സ്കൂളിൽ പ്രവേശനാനുമതി നിഷേധിച്ചു എന്നാണ് രക്ഷിതാവും അതുപോലെ തന്നെ കുട്ടിയുമൊക്കെ തന്നെ ആരോപിക്കുന്നത്. എന്താണെങ്കിലും സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തൃശൂർ ഇളവള്ളിയിലാണ് ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെയാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഉയരുന്നത്. സ്കൂൾ അധികൃതരുമായി പലവട്ടം ചർച്ച നടത്തിയിട്ടും പ്രശ്നപരിഹാരമായിട്ടില്ല എന്നാണ് ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത്. നേരത്തെ ഉണ്ടായ സംഭവങ്ങൾക്കൊക്കെ തുടർച്ചയെന്നോണം സ്കൂളിന്റെ മാനുവലാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. എന്താണെങ്കിലും ഇതിലൊരു തീരുമാനം നിലവിൽ ആയിട്ടില്ല. കുട്ടി സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും നിലവിൽ കുട്ടിക്ക് സ്കൂളിൽ പഠിക്കാൻ ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ വ്രതം ആരംഭിച്ചതോടുകൂടി കുട്ടി കറുത്ത വസ്ത്രമാണ് ധരിക്കുന്നത്. ഈ വസ്ത്രം ധരിച്ചതോടുകൂടി പിന്നീട് സ്കൂളിലേക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നവംബർ 3 മുതൽ കുട്ടിക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചു എന്നാണ് ആരോപണമുള്ളത്. അതുകൊണ്ട് ഈ ഒരു വിലക്ക് നേരിടുന്നത് കൊണ്ട് തന്നെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നുള്ള കാര്യമാണ് വലിയ രീതിയിൽ ഉയർന്നു വരുന്നത്. ശരി, മുസിനാസു ആണ് വിവരങ്ങൾ നൽകിയത്.